പട്ടാഴി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർണായക വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ മന്ത്രിയും ദേവസ്വം ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ പട്ടാഴി ദേവീക്ഷേത്ര സന്ദർശനം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തിയ അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ നിർണായക തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ജൂലൈ 23-ന് ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ IAS, അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ, മറ്റ് ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സുപ്രധാനമായ ഒരു ഉന്നതതല യോഗം ചേരുകയാണ്. അതിലേക്ക് പട്ടാഴി ദേവീക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ, അതിലുപരി പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭകുമാരി ടീച്ചർ, ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പറായിട്ടുള്ള മഞ്ജു റഹീം, സബ് ഗ്രൂപ്പ് ഓഫീസർമാർ, അതുപോലെ തന്നെ AC അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരും എല്ലാവരും പങ്കെടുക്കുന്ന ഈ യോഗത്തോടെ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികൾക്ക് ഔദ്യോഗികമായി തീരുമാനമുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ പട്ടാഴി ദേവീക്ഷേത്രത്തിൽ നിന്നും കേൾക്കുന്ന കുറ്റിവെടി മുഴങ്ങുമ്പോഴാണ് ഈ ദേശം തന്നെ ഉറക്കമുണരുന്നത്. തലമുറകളായി പട്ടാഴിക്കാർ കേട്ടുശീലിച്ച ഈ നാടിന്റെ സ്പന്ദനമായ ആ കുറ്റിവെടി ഈ ചിങ്ങം 1-ന് തന്നെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. കുറെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതാണ് ഈ കുറ്റിവെടി. അതിനും ഒരു തീരുമാനം ഉണ്ടാകുന്നു. ചിങ്ങം 1-ന് തന്നെ കുറ്റിവെടി പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം വർഷങ്ങളായി മുടങ്ങിക്കിടന്നതും ഭക്തജനങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെടുന്നതുമായ മറ്റു സുപ്രധാന കാര്യങ്ങളും ഈ യോഗത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമിതി ഓഫീസ് തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. പണ്ട് ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി ഉണ്ടായിരുന്നപ്പോൾ പ്രവർത്തിച്ചിരുന്നതും എന്നാൽ നിലവിൽ ദേവസ്വം ബോർഡ് പൂട്ടിയിട്ടിരിക്കുന്നതുമായ ഓഫീസ് ഇപ്പോഴത്തെ ഉപദേശക സമിതിക്ക് പ്രവർത്തിക്കാൻ തുറന്നു നൽകുക എന്ന പ്രധാന ആവശ്യവും ഉയർന്നു ഈ ചർച്ചയിൽ വരും. അതുപോലെ തന്നെ ദേവസ്വം ഭൂമിയുടെ സർവേ ഈ കാര്യത്തിൽ വരും. പട്ടാഴിയുടെ വിവിധ പ്രദേശങ്ങളിലായി കിടക്കുന്ന ദേവസ്വം ഭൂമികൾ റീസർവേ ചെയ്ത് കൃത്യമായി അളന്ന് അതിർത്തി തിരിക്കുന്നതിന് വേണ്ടുന്ന നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ശോചനീയാവസ്ഥയിലുള്ള സദ്യാലയത്തിന്റെ നവീകരണവും ശിവനടയിലേക്ക് പുതിയ ഒരു ശാന്തിക്കാരനെ നിയമിക്കുന്നതും ചർച്ചയാവും. ഭക്തരുടെ സൗകര്യാർത്ഥം പുതിയ കല്യാണ മണ്ഡപവും ആധുനിക ഓഡിറ്റോറിയവും ഈ ചർച്ചയിൽ പരിഗണിക്കും. നടപ്പന്തലിൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ ടൈല് പാകുന്നതിനുൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. ക്ഷേത്രത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങളും ഉണ്ടാകും. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ രാജു പട്ടാഴി ദേവീക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ അന്ന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം നൽകിയ ഉറപ്പുകളും വാക്കുകളും അമ്മയുടെ ഭക്തജനങ്ങൾക്കായി അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുമെന്നും സ്പോട്ട് ന്യൂസ് അന്ന് ചർച്ച ചെയ്തിരുന്നതാണ്. ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുന്ന സന്തോഷകരമായ മുഹൂർത്തമാണിത്. രാജുവിന്റെ ആ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനമായി ഒതുങ്ങിയില്ല, മറിച്ച് പട്ടാഴി ദേവീക്ഷേത്രത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടിയ വലിയൊരു വഴിത്തിരിവായി അത് മാറിയിരിക്കുകയാണ്. വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിലും ക്ഷേത്രത്തിന്റെ നാളത്തെ വികസനത്തിലും വലിയ പ്രതീക്ഷകളാണ് ഭക്തജനങ്ങളുടെ മനസ്സിലുള്ളത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അനീഷ് കോളൂർ.